അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ നീ നമ്മൾ 4 മണിക്കൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ഒരുങ്ങിയതാണ്. കുക്കർ എടുത്തുകൊണ്ട് അതിൽ 2 കിഴങ്ങൊക്കെ തീ വെച്ച് നല്ലോണം വേവിച്ച് കണ്ട് വെച്ചിരുന്നു. ഞാൻ കിഴങ്ങിൻ്റെ വിസിൽ ഇതൊക്കെ പോയി ഞാനതൊന്ന് തോല് കളഞ്ഞ് കണ്ട് എടുക്കുകയാണ്. കീറിങ്ങാണ്ട് കിഴങ്ങ് ഇതിലിട്ടൊക്കെയിന് കഷ്ണങ്ങളാക്കി കണ്ട് കുക്കറിലിട്ടൊക്കെയിന്. പിന്നെ അത് ചൂടൊക്കെ ആറി അതിൻ്റെ തൊലി കളഞ്ഞെടുത്തു. അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി നമുക്ക് 2 വെല്ലുള്ളി എടുക്കണം, സവാള. അത് 2 എടുത്ത് തൊലി കളഞ്ഞുകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് കട്ടിങ് ബോർഡ് വെച്ചുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അത് കുനുകുനാ അറിയില്ലേ, അങ്ങനെ അരിഞ്ഞുകൊണ്ട് ആദ്യം നീട്ടി അരിഞ്ഞു, പിന്നെ ചെറുതാക്കിയാണ്ട് അരിഞ്ഞു. അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കരിയേപ്പും പൊയ്ങ്ങാണ്ട് ലേശം കരിയേപ്പ് എടുക്കാൻ വേണ്ടിങ്ങാണ്ട് പോകുന്നതാണ്. അങ്ങനെ ആ കരിയേപ്പ് കൊടുത്തു. ഇങ്ങനെ എടുക്കണം കരിയേപ്പ്, എന്നെങ്കിൽ അതിൻ്റെ തല ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം, എന്നെങ്കിലേ വീണ്ടും വേറെ തെക ഇങ്ങനെ വരുള്ളൂ. അതേമാതിരി പടക്കാരം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ എടുത്താൽ. പിന്നെ 2 പച്ചമുളക് കുറച്ചു. പിന്നെ അത് ലേശം മല്ലിയിലാണ്, അതും ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്തു അരിഞ്ഞു. ഒരു മുളകിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ കുട്ടികൾക്കൊന്നും മുളക് കടിച്ചിന് ഭയങ്കര എരിവാണ്. കുട്ടികളെ മുഖമൊക്കെ ഇങ്ങോട്ട് ചോക്കും, നല്ല എരിവുമാണ്. പിന്നെ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ലോണം കുത്തിയാണ്ട് ഉടച്ച് സവാളയും ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർത്തി നമ്മൾ അരിഞ്ഞ് പിന്നെ മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ. പിന്നെ ലേശം മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും, ഗരം മസാല, പിന്നെ ലേശം ചിക്കൻ മസാല. ചിക്കനില്ലേ ഇനി ഇവിടെ മീറ്റ് മസാലയാണ് ഞാൻ ഇട്ടത്. അങ്ങനെ അതും ഇട്ട് ലേശം പാകത്തിന് ഉപ്പും ഇട്ടു. കിഴങ്ങിൽ ഉപ്പിട്ടിട്ടില്ലേ ഇനി വേവിച്ചപ്പോൾ, അപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം കൈ വെച്ചുകൊണ്ട് കുഴച്ച് മസാല അവിടെ സെറ്റാക്കി വെച്ച്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തുകൊണ്ട് അതിൽ ലേശം വെള്ളം വെക്കുന്നുണ്ട്. ഇങ്ങനെ ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ ആട്ടപ്പൊടി, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളം അവിടെ കടന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊടി അളന്നുകൊണ്ട് തട്ടിക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ പൊടി അളന്നൊരു 1.5 നാഴിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അത് എടുത്തുകൊണ്ട് അളന്ന് വെച്ചു. ഇനി ലേശം ഉപ്പിട്ടു. പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കൈ വെച്ചുകൊണ്ട് ഒന്നിങ്ങോട്ട് തിരുമ്മിങ്ങാണ്ട് കുഴച്ച് അതെല്ലാം എടുത്തുക്കും ആക്കി. ഇങ്ങനെ ചപ്പാത്തിക്ക് ചുടുമ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിങ്ങാണ്ടാണ്. അങ്ങനെ അത് റെഡിയാക്കി വെച്ചു. ചൂടുള്ള വെള്ളം, അപ്പോഴത്തേന് വെള്ളം തിളച്ചിരുന്നു. ഗ്യാസൊക്കെ ഓഫാക്കി അത് നല്ലോണം ലേശീച്ച ഒഴിച്ചു കൊടുത്തു. ഒന്നായിട്ട് ഒഴിക്കരുത്, അപ്പോൾ ഏറും. അങ്ങനെ അത് ഒരു തവി വെച്ചുകൊണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് ഇതാക്കി. പിന്നെ ഒരു ഇടുകല്ലെടുത്തുകൊണ്ട് മെല്ലെ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് അത് സോഫ്റ്റാക്കി വെച്ചുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കട്ടെ. മാവ് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ടൊന്ന് നീട്ടിങ്ങാണ്ട് ലേശം വെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് പിന്നെ ബോൾസ് ആക്കിങ്ങാണ്ട് മുറിച്ചിടണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണിത്. അങ്ങനെ നല്ലോണം നീട്ടി ഇതാക്കിങ്ങാണ്ട് ബോൾസ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ മുറിച്ചിടണം. ഈ വലിപ്പമുള്ള ബോൾസാണ് ഞാൻ ആക്കിയത്. ഇതിലേറെ ഏക്കോന്നിച്ചറിയില്ല. ഞാൻ അതൊരു വീഡിയോ കണ്ടുങ്ങാണ്ട് ചെയ്തതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. പക്ഷേ എനിക്ക് പണി പാളിയിക്കണ്. നിങ്ങളിത് കണ്ടുങ്ങാണ്ട് ഉണ്ടാക്കിയ വേറെ വീഡിയോ കണ്ടുങ്ങാണ്ട് ഉണ്ടാക്കിയ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല. ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല പറഞ്ഞ മാതിരി ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല. അതിൽ അങ്ങനെ ഒന്ന് പിന്നെ ഇതിമ വെച്ചുങ്ങാണ്ട് മെഷീൻ വെച്ചുങ്ങാണ്ട് ഒന്ന് അമർത്തിങ്ങാണ്ട് അതിൽ ഫില്ലിങ് നിറച്ച് കൊടുത്ത് നമ്മൾ കുഴച്ച് മാറ്റി ചീനി ഫില്ലിങ് നിറച്ച് കൊടുത്തുങ്ങാണ്ട് വീണ്ടും അതൊരു ബോളാക്കിങ്ങാണ്ട് പത്തിരി കല്ലും വെച്ചുങ്ങാണ്ട് ഒന്ന് ഉരുട്ടി കൊടുത്തു. എന്നിട്ടത് അവിടെ വെച്ചു. അങ്ങനെ എല്ലാം അതേമാതിരി ബോളാക്കി വെച്ചു. അതിൽ പിന്നെ പരത്തിയപ്പം ഉണ്ടല്ലോ, പരത്തിയപ്പോഴാണ് രസം. പരത്തിയപ്പോൾ ഉള്ളത്തെ മസാലയൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ട് എനിക്ക് പഴയതാണോ എന്നറിയില്ല. നല്ല കട്ടിയിൽ പരത്താൻ മാവ് കട്ടിയിൽ എടുക്കേണ്ടിനിയൊന്നും അറിയില്ല എനിക്ക്. ഏതായാലും അങ്ങനെ എടുത്താൽ വേവില്ലല്ലോ, ആട്ടപ്പൊടിയല്ലേ. അത് ഞാൻ ഏതായാലും അതവിടെ പകുതി അവിടെ പരത്തി വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി ഇത് ഇവിടെ ആർക്കും പോകില്ല വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തിട്ടി ഞാനത് ആ എടുത്ത് വെച്ച ബോളുണ്ടല്ലോ അതൊന്ന് മെല്ലെ ഒന്ന് അമർത്തി. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ആക്കി ചെയ്യാൻ ചുട്ടുങ്ങാണ്ട്
ഇതുണ്ടോ ചുട്ടിട്ടുള്ള അവസ്ഥയാണിത്. പരത്തിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇനി നല്ലോണം ഈ ചട്ടിയിൽ ദോശക്കല്ലിൽ എണ്ണയാക്കിങ്ങാണ്ട് ഞാൻ ചുടുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലും ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്, നെയ്യൊന്നുമല്ല. നെയ്യ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ വീഡിയോസിൽ. ഞാൻ ഇതേമാതിരി വീഡിയോസ് കണ്ട് ചെയ്യലില്ല, എനിക്ക് വിശ്വാസമില്ലതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇത് ഞാൻ ഏതോ ഒരു റീൽസ് കണ്ടാണ് ചെയ്തതാണ്. അത് പാളിപ്പോയി. ഇത് കണ്ടോ, ഇല്ല പാളിപ്പോയി പറഞ്ഞാൽ ഇങ്ങനെ രസമായിരിക്കാം, പക്ഷേ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അത് ആ പരത്തിയതാണ് ചുട്ടെടുക്കാൻ തീരുമാനിച്ച്. പരത്തിയതാണ് ചുട്ടെടുത്തു. മുറിഞ്ഞ് ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ അത് ഓരോന്ന് ചുട്ടെടുത്തിട്ടില്ലതാണിത്. അതിലിങ്ങനെ പൊള്ളി വരുന്നതൊക്കെ കണ്ടിനി ഞാൻ. അത് വിചാരിച്ചങ്ങാണ്ടാ ചെയ്തെടുത്ത, പക്ഷേ പൊള്ളി വന്നിട്ടൊന്നുമില്ല. ഇല്ലതുപോലെ പറയണ ഞാൻ. എനിക്ക് വീഡിയോക്കും വേണ്ടി ഞാൻ അങ്ങനെ പറയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അതാ ഞാൻ കാണിക്കുള്ളൂ. വിശ്വസിച്ച് എല്ലാവരും എന്നെ പോലെ പെടരുത് വിചാരിച്ചാണ്ടാണ് ഞാൻ ഈ പറയണത്. പിന്നെ ഞാൻ എന്തായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് അതിൽ ലേശം ഓയിൽ പാർന്നെടുത്തങ്ങാണ്ട് പിന്നെ ഓയിൽ പാർന്നെടുത്തു. ഞാൻ അത് അവിടെ കടന്നങ്ങാണ്ട് നല്ലോണം ചൂടായി വരട്ടെ. അപ്പോഴത്തേന് ഞാൻ എന്തായിട്ട് ഒരു പാത്രത്തിൽ ലേശം മൈദ എടുത്തങ്ങാണ്ട് ലേശം ഉപ്പ് ഇട്ടുങ്ങാണ്ട് പച്ചവെള്ളം പാർന്നങ്ങാണ്ട് കലക്കി. അങ്ങനെ ആ മൈദ എടുത്തങ്ങാണ്ട് നല്ലോണം കലക്കിങ്ങാണ്ട് അത്യാവശ്യം കുറുക്കിലാണ് കലക്കി. ഇത് എൻ്റെ ഐഡിയയിൽ ചെയ്യണതാണ്, ഇതിലില്ലതൊന്നും അല്ല. അങ്ങനെ ഞാൻ എന്തായിട്ട് അത് കലക്കിങ്ങാണ്ട് ഒരു പാത്രത്തിൽ അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഈ ബോളുണ്ടല്ലോ, ആ ബോളൊന്നും ഇങ്ങോട്ട് പരത്തി, കുറച്ചൊന്നും പരത്തിങ്ങാണ്ട്, പരത്തി പറഞ്ഞാൽ കൈ വെച്ചങ്ങാണ്ട് തന്നെ കേട്ടോ, പരത്തിങ്ങാണ്ട് ഈ മാവിൽ മുക്കിങ്ങാണ്ട് എണ്ണയ്ക്ക് ഇട്ടുങ്ങാണ്ട് പൊരിച്ച് കോരി ഉഷാറായി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും കുഴപ്പമില്ല. അങ്ങനെ നല്ലോണം ഇട്ട് മൊരിച്ചെടുത്ത് എണ്ണയിലിട്ട്. എന്നാൽ എണ്ണ കുടിക്കണമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ വെറും അട്ടമാവാണെങ്കിൽ എണ്ണ കുടിക്കും, കാരണം അതിന് പൊട്ടൽ വരുന്നുണ്ട്. ഈ മൈദയിൽ മുക്കിയതുകൊണ്ട് കട്ലേറ്റ് മാതിരി ഇടായി കിട്ടി. നല്ല രസമുണ്ടായിനി തിന്നാൻ. അപ്പം ഞാൻ ഇതേമാതിരിയാണ് പിന്നെ കേട് നിൽക്കണ വിചാരിച്ചാണ്ട് ഞാൻ കാണിച്ചു തരാതെ നിന്നിട്ടില്ല, നിങ്ങൾ പെടണ്ട വിചാരിച്ചു.